മികച്ച ഓപ്പണിംഗ് നേടിയ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ നേരിടുന്ന ആദ്യ പരീക്ഷണം റിലീസിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ചയാണ്. വാരാന്ത്യ അവധി ദിനങ്ങൾക്ക് ശേഷം എത്തുന്ന ആദ്യ പ്രവൃത്തി ദിനം എന്നതാണ് കാരണം. സിനിമ ശരിക്കും നേടിയിട്ടുള്ള ജനപ്രീതി എത്രയെന്ന് അളക്കാനുള്ള ഒരു മീറ്റർ കൂടിയാണിത്. എത്ര ജനപ്രീതി നേടിയ ചിത്രമാണെങ്കിലും മാക്സിമം കളക്ഷൻ നേടി ആദ്യ ഞായറാഴ്ച അപേക്ഷിച്ച് തിങ്കളാഴ്ച കളക്ഷനിൽ വലിയ ഇടിവ് ഉണ്ടാവാറുണ്ട്. മൺഡേ ടെസ്റ്റ് എന്നാണ് പുതിയ റിലീസുകൾ നേരിടുന്ന ഈ പരീക്ഷണത്തെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത വാരാന്ത്യം വരെയുള്ള മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ചിത്രം എത്ര തരത്തിൽ കളക്ട് ചെയ്യും എന്ന ഒരു സൂചന കൂടിയാണ് തിങ്കൾ കളക്ഷൻ. ഇപ്പോഴത്തെ ആ മൺഡേ കളക്ഷൻ നിഷ്പ്രയാസം പാസാക്കിയിരിക്കുകയാണ് പുതിയ മലയാള ചിത്രമായ വാഴ 2. റിലീസ് ചെയ്ത ശേഷം കേരളത്തിൽ നേടിയ ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണ് വാഴ 2 തിങ്കളാഴ്ച ഇന്നലെ നേടിയത്. 7.40 കോടിയാണ് തിങ്കളാഴ്ചത്തെ നേട്ടം. റിലീസിന് ദിനം 5.20 കോടിയിൽ തുടങ്ങിയ ചിത്രം ഏറ്റവും കളക്ഷൻ നേടിയത് ഞായറാഴ്ചയായിരുന്നു, 8.35 കോടി. കേരളത്തിൽ റിലീസ് ചെയ്ത എക്കാലത്തെയും ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ തിങ്കളാഴ്ച കളക്ഷൻ ഇതോടെ വാഴ 2 സ്വന്തമാക്കി. മോഹൻലാൽ ചിത്രം എമ്പുരാനാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്. 10.52 കോടിയായിരുന്നു എമ്പുരാന്റെ ഫസ്റ്റ് മൺഡേ കേരള ബോക്സ് ഓഫീസിൽ. ഏതൊരു അവധി ദിവസമായിരുന്നു എന്ന ആനുകൂല്യമുണ്ടായിരുന്നു. ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ള ലിയോയ്ക്കും ഈ അവധി ആനുകൂല്യം ലഭിച്ചു. 7.15 കോടിയാണ് ലിയോ റിലീസ് കഴിഞ്ഞുള്ള ആദ്യ തിങ്കളാഴ്ച കേരളത്തിൽ നിന്ന് നേടിയത്. മോഹൻലാൽ ചിത്രം തുടരുമാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത്. കല്യാണി പ്രിയഷൻ ടൈറ്റിൽ റോളിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് അഞ്ചാമത്. തുടരും 6.85 കോടിയും ലോക 5.25 കോടിയുമാണ് കേരളത്തിൽ നിന്ന് റിലീസിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ച നേടിയത്. വൻ താരങ്ങളെ ചിത്രങ്ങളെ പിന്നിലാക്കി എന്നത് പുതുമുഖ അഭിനേതാക്കൾക്കും സംവിധായകനും ഒരു മികച്ച ഒരു ചിത്രത്തെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടമാണ്. താരങ്ങളെക്കാൾ സിനിമയുടെ ഉള്ളടക്കത്തിലാണ് മലയാളികൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിന് മറ്റൊരു ഉദാഹരണമാണിത്.